എടാ ഇത്ര നാളായിട്ടും ട്രൈ ചെയ്തിട്ടില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ട്രൈ ചെയ്തിട്ടില്ല. ആദ്യമായിട്ടാണ് ഞാൻ മന്തി റെസിപ്പി ഒന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത്. ഭയങ്കര ആഗ്രഹമായിട്ട് മന്തിയുടെ കിറ്റൊക്കെ മേടിച്ച് വെച്ചിട്ട് കുറേ നാളായിട്ടുണ്ടായിരുന്നു. ഡേറ്റ് കഴിയുമ്പോൾ എടുത്ത് കളയാനാണോ എന്ന് നമ്മുടെ പോരാളി ചോദിച്ചു തുടങ്ങിയപ്പോൾ എന്നാൽ പിന്നെ ട്രൈ ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് നമ്മളിതാ ചെയ്യാണ്. സ്പൈസസും മസാലസൊക്കെ എന്തായാലും അതിനകത്ത് തന്നെ ഉണ്ടാവുമല്ലോ. അതിനകത്ത് ഉണ്ടായിരുന്ന സൺഫ്ലവർ ഞാൻ കുറച്ച് ഒഴിച്ചു. അതുകൂടാതെ വീട്ടിൽ ഞാൻ വേറെ മേടിച്ചിട്ടുണ്ടായിരുന്നു കൂടി ഒഴിച്ചിട്ടുണ്ടായിരുന്നു. ദെൻ മാഗി ക്യൂബ് ഇട്ടു, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അല്ല കുനുകുന അരിഞ്ഞത്, ദെൻ സവാള ക്യാപ്സിക്കം കുനുകുന അരിഞ്ഞത്, ദെൻ സ്പൈസസ് മല്ലിപ്പൊടി കാശ്മീരി മുളക് പൊടിയൊക്കെ ആവശ്യത്തിന് ഞാൻ വാരി വിതറി കൊടുക്കുന്നുണ്ട്. ഇനി എടുത്തു വെച്ചിരിക്കുന്ന ചിക്കൻ ഫോർക്ക് കൊണ്ട് ചാടിപ്പോന്നു. ആക്ച്വലി ഫോർക്ക് കൊണ്ട് കുത്താനൊന്നുമില്ല, നമ്മൾ കറിക്കായിട്ട് മേടിച്ച ചിക്കനാണ്. ഓൾറെഡി നന്നായിട്ട് ചെറുതാക്കിയാണ് നമുക്ക് അരിഞ്ഞ് കിട്ടിയിട്ടുണ്ടായിരുന്നത് കേട്ടോ ചിക്കൻ. അപ്പോൾ അതിൽ തന്നെ എന്തായാലും മന്തി ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇനി കുറച്ചും കൂടി സൺഫ്ലവറും കൂടി ഒഴിച്ചിട്ട് ഞാൻ മൂടി വെച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതുപോലെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഫസ്റ്റ് ടൈം ട്രൈ വെച്ചിട്ട് ഇതൊരു ബെസ്റ്റ് ഐറ്റം ആയിരുന്നു കേട്ടോ. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, അത്യാവശ്യം നന്നായിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഞാൻ തക്കാളി പേസ്റ്റ് ആഡ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതും കൂടി ആഡ് ചെയ്തു. വെന്ത് വന്നപ്പോൾ അതിൻ്റെ സ്റ്റോക്ക് ഞാൻ എടുത്ത് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ, അത് നമുക്ക് ആവശ്യമുണ്ട്. ഇനി റൈസ് വേവിക്കാനായിട്ട് വെള്ളത്തിലേക്ക് കുറച്ച് ഉപ്പ്, സ്പൈസസ്, നാരങ്ങ കട്ട് ചെയ്തിട്ടിട്ടുണ്ട്, നാരങ്ങ പിഴിഞ്ഞ് ഒഴിച്ചിട്ടുണ്ട്. അങ്ങനെ ചോറ് വെന്ത് ഊറ്റിയെടുത്തിട്ടുണ്ട്. അതിനുശേഷം എന്താ നമ്മൾ ആ ചിക്കൻ്റെ മുകളിലിട്ട് ദം ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി കലക്കിയതും പിന്നെ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കൻ സ്റ്റോക്കില്ലേ അതും കൂടി ആഡ് ചെയ്തിട്ട് ഇതുപോലെ ദം ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഇത്രയും സിമ്പിളായിരുന്നു എന്ന് എനിക്ക് അറിയണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ ഫുഡ് കളറൊന്നും ആഡ് ചെയ്തിട്ടില്ല. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ പ്രതീക്ഷിച്ച പോലെ ആയിരുന്നില്ല, ഇത്രയും പെട്ടെന്ന് ഈവൻ ബിരിയാണിയേക്കാൾ പോലും എളുപ്പമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല എളുപ്പമാണ് കേട്ടോ, നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. മന്തി ഉണ്ടാക്കാൻ ഒട്ടും അറിയാത്തവർക്ക് പോലും ഇത് ട്രൈ ചെയ്യാമെന്ന ഇഷ്ടമാണ്. എന്നാൽ പുറത്തുനിന്ന് മേടിക്കാനൊക്കെ താല്പര്യമില്ല എന്നുള്ളവർക്കൊക്കെ മസ്റ്റായിട്ടും ട്രൈ ചെയ്യാം. തന്നെ ഞാൻ മുളകൊക്കെ കുത്തി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒന്നിനും ഒരു കുറവ് വേണ്ടാന്ന് വെച്ചിട്ട്. ചാർക്കോൾ മേടിക്കാൻ പോയപ്പോൾ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പോരാളി എടുത്ത് കനൽ ഒപ്പിച്ച് തരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ അതാ കനലും സെറ്റാക്കി തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വെച്ചു. നമ്മൾ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു, മൂടി വെച്ചു. പെട്ടെന്ന് നമുക്കൊരു ഗസ്റ്റും കൂടി വന്നിട്ടുണ്ടായിരുന്നു, വാപ്ചിയുടെ പെങ്ങളും ഹസ്ബൻഡും ഒക്കെ. അപ്പോൾ അവർക്ക് കഴിക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. സൈഡ് ഡിഷിന്റെ റെസിപ്പി ഞാൻ ഉടനെ അപ്ലോഡ് ചെയ്യാം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൂടുതൽ വീഡിയോ ഒക്കെ സബ്സ്ക്രൈബ് ചെയ്യണേ.